ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഡെയിലി വീഡിയോ ഒന്നും ഇടാനായിട്ട് പറ്റണില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഗ്യാപ്പ് ഇട്ട് ഒന്നരാടൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയും ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടമായാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ആദ്യം തന്നെ തുടങ്ങണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചുവാരലിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നലെ രാത്രി അടിച്ചു വാരിയതൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ എന്നാലും രാത്രി അടിച്ചു വാരി നമ്മൾ രാവിലെ ഒന്നുകൂടി അടിച്ചു വാരണല്ലോ. അപ്പോൾ അതുകൊണ്ട് അടിച്ചു വാരി കൊടുക്കണം. പിന്നെ അത് മാത്രമല്ല പൊടിയും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അടിച്ചു വാരി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ മഴച്ചാറിലൊക്കെ എന്നാൽ രാത്രി ഉണ്ടായതുകൊണ്ട് നല്ല തണുവൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് രാവിലെ നീച്ചപ്പോൾ തന്നെ നീക്കാനൊക്കെ ഒരു ചെറിയ മടി ഉണ്ടായിരുന്നു. പിന്നെ കിച്ചുവിന് ക്ലാസ് ഇല്ല കേട്ടോ. അവനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ക്ലാസ് ഒന്നുമില്ല. ഇന്നും നാളെ മറ്റൊന്നും ഇനി ക്ലാസ് ഇല്ല കേട്ടോ. അവൻ്റെ സ്കൂളിലത്തെ കൾച്ചറൽ മീറ്റപ്പ് ആയ കാരണം കൊണ്ട് ക്ലാസ് ഇല്ല അവന്. അവരുടെ പ്രോഗ്രാം അടുത്ത ആഴ്ചയിലാണ് കേട്ടോ. ഇതിപ്പോൾ വലിയ ക്ലാസ്സുകാരുടെ പ്രോഗ്രാം കാരണമാണ് ഇവർക്ക് ഇല്ലാത്തത്. അപ്പോൾ അത് കാരണം ക്ലാസ് ഒന്നും ഇല്ലാത്തതാണ് ഞാൻ നേരം വൈകിട്ട് തന്നെ നീച്ചത്. നേരത്തെ നീക്കാൻ പോയില്ല കേട്ടോ. പുറത്ത് കണ്ടോ നല്ല വെളിച്ചം വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാപ്പിയിലേക്കുള്ള പണിയോട് തുടങ്ങി കേട്ടോ. കാപ്പിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തിളച്ച് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കാപ്പിപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചോറിനുള്ള വെള്ളം വെക്കാനൊക്കെ ഉണ്ട്, തീ കത്തിക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ. ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം തന്നെ നീച്ച് പല്ലിയേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം അടിച്ചു വരാൻ നിന്ന് കേട്ടോ. എന്നിട്ട് നമുക്ക് വൃത്തിയാക്കിയിട്ടൊന്ന് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. അല്ലെങ്കിൽ വൃത്തിയാക്കാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു എന്തോ പോലെ ഉണ്ടാവും കേട്ടോ. ഞാൻ അങ്ങനെയല്ല, ഞാൻ വൃത്തിയാക്കിയതിന് ശേഷമാണ് നിലം അടിച്ചു വാരിയിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഉപയോഗിക്കണ പാചകം ചെയ്യണ ആ ഭാഗം വൃത്തിയാക്കിയതിന് ശേഷമാണ് കേട്ടോ എല്ലാം തുടങ്ങുള്ളൂ. എന്നിട്ടാണ് നിലമൊക്കെ അടിച്ചു വാരുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ അതൊന്നും വീഡിയോ എടുക്കില്ല. വീഡിയോ എടുക്കാനായിട്ട് ഫോണൊക്കെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ വേറെ എന്തോ ഒരു ചിന്തയിലായിരുന്നു. അപ്പോൾ അത് കാരണം അത് മറന്നു കേട്ടോ. അപ്പോൾ മുറ്റടിക്കലും പാത്രം കഴുകലും എല്ലാതും കഴിഞ്ഞു കേട്ടോ. പുറത്തുള്ള ഒരു വിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അകത്ത് കയറിയിട്ട് ഈ ചോറിന് അരിയൊക്കെ ഇടാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം തിരുമ്പാനായിട്ട് ഇറങ്ങി തുണികളൊക്കെ തിരുമ്പിയിട്ടു കേട്ടോ. ഇന്ന് വലിയ പണികളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് തന്നെ തീരുന്നുണ്ട്. പിന്നെ ക്ലാസ് ഇല്ലാത്ത കാരണം അതിൻ്റെ പിന്നാലെ നെട്ടോട്ട് ഓടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ കഴിയുന്നുണ്ട് കേട്ടോ എല്ലാതും. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തുമ്പിക്കുട്ടീനെ അംഗനവാടിക്ക് കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കിച്ചുവിനും ഇരുത്തണില്ല. എപ്പോഴും അവനെ കൊണ്ടിരുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവനെ ഇരുത്തണില്ല. തുമ്പിക്കുട്ടീനെ മാത്രമേ ഇരുത്തണം. ഇനിയിപ്പോൾ കിച്ചു ഇരുന്നില്ലെങ്കിൽ ഇനി അവളെന്തായിരിക്കും അവസ്ഥ എന്നൊന്നും അറിയില്ല കേട്ടോ. അവനിവിടെ ഉള്ള കാരണം കൊണ്ട് അവൾക്ക് ഭയങ്കര സങ്കടവും കരച്ചിലൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ അംഗനവാടിക്ക് പോവാണ്. അപ്പോൾ കിച്ചു കണ്ടില്ലേ തുമ്പിയുടെ കൈയൊക്കെ പിടിച്ചിട്ട് എത്ര നേരം ഈ സ്നേഹം ഉണ്ടാവുന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും രണ്ടാളും കൈയൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ പോണത്. കിച്ചു എന്നെ പറയുന്നുണ്ട് കേട്ടോ വണ്ടിയോട് വരും അരികത്ത് കൂടെ നടക്കുന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ തന്നെയാണ് കേട്ടോ അവളെ കൊണ്ടുപോണ്. അപ്പോൾ അങ്ങനെ അവളെ കൊണ്ടാക്കി. അവൾ ഭയങ്കരമായിട്ടൊരു കരച്ചിലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് വീടെത്തി. എന്നിട്ട് ഇതാ ഞങ്ങളിപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ ചളവറയ്ക്കൊന്ന് പോവാണ് കേട്ടോ. കിച്ചുവിനെ ഇവിടെ ആക്കാൻ വേറെ വഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവനെയും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ കിച്ചുവിനെയും കൊണ്ട് പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഇതുവരെ ഒറ്റയ്ക്ക് പോയിട്ടില്ല. തുമ്പിക്കുട്ടീനോട് തന്നെ മിക്കതും പോയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അവനെയും കൊണ്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു കാലി ഓട്ടോറിക്ഷ കിട്ടിയപ്പോൾ അതിലാണ് കയറിപ്പോയിട്ടോ. ബസ് വരാനൊന്നും കാത്തുന്നില്ല. ബസ് വരെ ഇനിയും മണിക്കൂറുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഒരു ഓട്ടോ കിട്ടിയപ്പോൾ ഞങ്ങൾ അതിൽ വേഗം വലിഞ്ഞ് കയറിയിട്ടോ. ചളവറക്കല്ലേ ചോദിച്ചപ്പോൾ ആൾ ചളവറക്ക തന്നെ ഇരുന്ന് കയറിക്കോ പറഞ്ഞു. ഞങ്ങളപ്പോൾ കയറി ഓട്ടോയിൽ അങ്ങനെ ചളവറൊക്കെ എത്തി. അപ്പം അങ്ങനെ ഞങ്ങൾ ചളവറൊക്കെ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നു. കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തു കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുക്കുന്നത്. ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നെ വീഡിയോ എടുക്കുന്നത്. ആദ്യം തന്നെ അടിച്ചു വാരലിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ തുമ്പിക്കുട്ടീനൊക്കെ ഞാൻ കൊണ്ടുവന്നു കേട്ടോ. ഞാൻ ഇവിടേക്ക് എത്തിയപ്പോൾ തന്നെ ഒരു 1 മണിയൊക്കെ ആവാറായി സമയം. പിന്നെ 3 മണിക്ക് അവളെ കൊണ്ടുവരും വേണ്ടേ. അപ്പോൾ അവളുടെ വേഗം കൊണ്ടുവന്ന് പോയിട്ട് എന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. വന്നുകൊടുമ്പോൾ തന്നെ കുറേ നടന്നു ഞങ്ങൾ കറങ്ങിയിട്ട്. അപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ വന്നുകൊടുമ്പോൾ തന്നെ കുറച്ച് നേരം അവിടെ കിടന്നു. കിച്ചു കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. എനിക്ക് ഷോർട്സ് വീഡിയോസ് എടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ പലഹാരമൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കവറൊക്കെ ഇവർ പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഞാനപ്പോൾ അതൊക്കെ പെറുക്കി കൊണ്ടുപോയിട്ട് വേസ്റ്റ് നമ്മൾ പ്ലാസ്റ്റിക് എടുത്ത് വെക്കണ ആ കവറിൽ കൊണ്ടുപോയിട്ടു. മറ്റേ ഹരിതകർമ്മസേന വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അതിലേക്ക് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ കണ്ടില്ലേ അകത്ത് ഞാൻ അടിച്ചു വരണുണ്ട്. അതിൻ്റെ പിന്നാലെ തന്നെ ഇവർ ഓരോന്ന് പരത്തുന്നുണ്ട്. ബിസ്ക്കറ്റ് നടന്ന് കഴിക്കുന്നുണ്ട്. അതിൻ്റെ പൊടികളും ഞാൻ വെറുതെ അടിച്ചു വാരിയാണ് കേട്ടോ. ഇവരിങ്ങനെ പരത്തിയും കൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ അടിച്ചു വാരിയും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും വേഗം പാത്രം കഴുകാനായിട്ട് നിന്നു. ചോറും കലും അതും ഇതൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകാനായിട്ട് നിന്നു കേട്ടോ. പിന്നെ ഞാൻ 10:45 ബസ്സിന് പോകണം പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അത് കാരണം കൊണ്ട്
കുറേ പണികളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പാത്രം കഴുകലും പിന്നെ അതുപോലെ തന്നെ വേറെ കുറച്ച് പണികളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ വേഗം ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇന്നാണെങ്കിൽ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ എവിടേക്കെല്ലാം ഇറങ്ങുന്ന സമയത്ത് നല്ല വെയിലൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ആ വെയിൽ കൊണ്ടിട്ട് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന കാരണം കൊണ്ട് തന്നെ നല്ല തലവേദനയും ഒരു ക്ഷീണം പോലെയൊക്കെ കേട്ടോ. കടന്നിട്ട് ഉറക്കമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തുമ്പിക്കുട്ടീനെ അപ്പോഴത്തേനും കൊണ്ടുവരാറായി. പിന്നെ ഉറക്കമൊക്കെ അങ്ങനെ പോയിട്ടോ. അതുകൊണ്ട് ഉറങ്ങാനൊന്നും പറ്റിയില്ല. അത് കാരണം നല്ലൊരു എന്താ പറയുക, ഒരു ക്ഷീണം പോലെയൊക്കെ ആയിട്ട്. എനിക്കാണെങ്കിൽ പൊതുവേ എവിടേക്കെങ്കിലും പോയി വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ക്ഷീണമോ തലവേദനയൊക്കെ ഉള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഞാനാണ് തുണികളൊക്കെ രാവിലെ തിരുമ്പിയിട്ടൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. ചിലതൊന്നും ഉണങ്ങിയിട്ടില്ല, ചിലതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉണങ്ങിയതൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. ഉണങ്ങാത്ത കുറച്ച് നേരം അവിടെ കിടക്കട്ടെ. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇപ്പുറത്തേക്ക് ഉമ്മറത്തെ അഴക്കയിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് അത് അവിടെ തന്നെ ഇട്ടു കേട്ടോ. അപ്പോൾ പാത്രം കഴുകാനുള്ളതും ഒക്കെ കൊണ്ടുപോയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ തുണികളൊക്കെ ഞാൻ ആ ഷീറ്റിൻ്റെ മേലെ കൂടെ ഇട്ടിരിക്കുന്നു കേട്ടോ. എന്നാലാണ് വേഗം ഉണങ്ങി കിട്ടുള്ളൂ. അതിലും ചിലത് ഉണങ്ങിയിട്ടൊന്നും ഇല്ല. അതൊക്കെ ഞാൻ അത് കൂടെ തന്നെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ പാത്രം കഴുകലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതൊക്കെ ഞാൻ അവിടെ തന്നെ ഇട്ടിരിക്കുകയാണ്. വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാൻ വേണ്ടിയിട്ടൊക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേന് ഞാൻ വേഗം മുറ്റടിച്ച് വരാമെന്ന് വിചാരിച്ചു. പിന്നെ ഉമ്മറ മാത്രമല്ല അടിച്ചു വരണുള്ളൂ, മൊത്തത്തിലൊന്നും അടിച്ചു വരാനില്ല. അതിന് മാത്രമുള്ള വലിയ കാര്യമായിട്ടുള്ള ചപ്പൊന്നും ഇല്ല കേട്ടോ. ഉമ്മറ മാത്രം ഒന്ന് വെറുതെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. മൊത്തത്തിൽ അടിച്ചു വരാനൊന്നും ഇല്ല. ഞാൻ പിന്നെ വൈകുന്നേരത്ത് പൊതുവേ അങ്ങനെ മൊത്തത്തിൽ അടിച്ചു വരില്ല, ഉമ്മറ മാത്രം ഒന്ന് അടിച്ചു വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇവരാണെന്നുണ്ടെങ്കിൽ അകത്ത് ഞാൻ എടുത്തു വെച്ച ചെരുപ്പുകൾ കംപ്ലീറ്റ് പുറത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. പുതിയ ചെരുപ്പും നല്ല ചെരുപ്പും അല്ലാത്ത ചെരുപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് പുറത്ത് ഇടാൻ വേണ്ടിയിട്ട് 2 ചെരുപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടുപേർക്കും. അത് ഇടാതെ അവർ അകത്തുള്ള പുതിയ ചെരുപ്പ്, എവിടേക്കെങ്കിലും പോകുമ്പോൾ ഇടുന്ന ചെരുപ്പും പിന്നെ കിച്ചുവിൻ്റെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇടുന്ന ചെരുപ്പും എല്ലാതും കൊണ്ടുവന്ന് പുറത്തിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാനപ്പോൾ ഒപ്പം അവരുടെ ചീത്തയും പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരെ മെയിൻറ്റെയിൻ പോലില്ല കേട്ടോ. അവർ ഓടിക്കളിച്ചും കൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെരുപ്പുകളൊക്കെ ഇനി എടുത്ത് വെക്കാനും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാനിതാ പാത്രം കഴുകാനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ വെള്ളം അങ്ങനെ ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നല്ലോ, ഒന്ന് കുതിർന്നിട്ടൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് പാത്രം കഴുകാൻ വേണ്ടിയിട്ട് വന്നു. പിന്നെ അതിന് പുറമെ തന്നെ ഇപ്പോൾ ഞങ്ങൾ പോയിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കേട്ടോ കടയിൽ നിന്ന്. അപ്പോൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പാത്രം ഒപ്പം കൊടുക്കണം. ഈ ചോക്കോബാറാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് പാത്രം ഒപ്പം വേണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അതൊന്നിങ്ങനെ ഒറ്റച്ചാടി കൊണ്ടിരിക്കുമല്ലോ, അതിങ്ങനെ മേലിൽ കൂടെ പോകുമ്പോൾ അവർ പാത്രം കൊണ്ട് തന്നെയാണ് കേട്ടോ കഴിക്കാറ്. അപ്പോൾ ഞാൻ ഓരോ ഭാഗത്തുനിന്ന് പാത്രങ്ങൾ വൃത്തിയാക്കി കഴുകി വരുമ്പോഴത്തേനും എൻ്റെ 2 അപ്പുറത്ത് കൂടെ വൃത്തികേടാക്കി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ കുറച്ച് ഗ്ലാസ് 2-3-4 ഗ്ലാസ്സൊക്കെ മുറ്റത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അപ്പം ഉണ്ടാക്കി കളിക്കാനെന്ന് പറഞ്ഞിട്ട് നല്ല ഉപയോഗിക്കുന്ന ഗ്ലാസ്സാണ് കേട്ടോ. അതൊക്കെ പുറത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ കഴുകാനൊക്കെ ഉണ്ട്. അങ്ങനെ എൻ്റെ പണികളെല്ലാം ഒരുവിധം തീർന്നപ്പോൾ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. മേലുകഴുകൽ കഴിഞ്ഞു. വൈകുന്നേരത്ത് മേല് മാത്രമേ കഴുകുള്ളൂ കേട്ടോ. മേലുകഴുകലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കിച്ചും തുമ്പിയും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. 2 ആളിനെയും കുളിപ്പിച്ചു. ഇനിയിപ്പോൾ വലിയ പ്രത്യേകിച്ച് വേറെ പണികളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ കിച്ചു ഇതാ അവനെ എഴുതി പഠിക്കണം പറഞ്ഞിട്ട് ബുക്കൊക്കെ എടുത്ത് എഴുതി പഠിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. വെറുതെ ഇരുന്നിട്ട് ചെക്കന് ബോറടിക്കുക തോന്നുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് അവൻ എന്തെങ്കിലുമൊക്കെ കുത്തി കുറിച്ചിരിക്കാന്ന് പറഞ്ഞിട്ട് തോന്നുന്നു. ബുക്കൊക്കെ എടുത്തിട്ട് എഴുതുന്നൊക്കെ ഉണ്ട്. പിന്നെ അറിയാത്ത കാര്യങ്ങൾ പഠിക്കാൻ അവന് അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ. അവൻ അറിയണ കാര്യങ്ങൾ എഴുതാനായിട്ട് അവന് നല്ല ഇഷ്ടമാണ്. ഈ ജിയും അതൊക്കെ ഈ പഠിച്ചതൊക്കെ എഴുതാൻ അവന് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൻ അതൊക്കെ അങ്ങനെ എഴുതി പഠിക്കലും ഒക്കെ കഴിഞ്ഞു. പിന്നെ ഏട്ടതാ വരുമ്പോൾ പൊറോട്ടയും പിന്നെ അതുപോലെ തന്നെ ബീഫും അങ്ങനെ എന്തൊക്കെ കറിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. കഴിക്കാനുള്ളൊരു പൊരിച്ചത് കൊണ്ട് എത്ര കഴിച്ചാലും പൊറോട്ടയും ബീഫും ഒന്നും കഴിച്ചാൽ മതിയാവില്ല കേട്ടോ. നല്ല ഇഷ്ടമാണ്, എത്ര കഴിച്ചാലും മതിയാവില്ല. പക്ഷെ കഴിക്കണ സമയത്ത് 1-2 അത്ര അങ്ങനെ കഴിക്കാൻ പറ്റുള്ളൂ. ചില സമയത്ത് ഒന്നൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. നല്ലോണം കഴിക്കാനൊന്നും പറ്റില്ല. എന്നാലും കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നല്ല ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. എല്ലാവരും ഉദ്ദേശിച്ച മെയിനായിട്ട് ഞാനും ഏട്ടനും തന്നെയാണ് കേട്ടോ. കിച്ചും തുമ്പി അത്ര വല്ലാതെ കഴിക്കൊന്നുമില്ല. ഒരു പൊട്ടൊക്കെ തന്നെ അവർ കഴിക്കുള്ളൂ കേട്ടോ. അത്രയ്ക്ക് അവർക്ക് ഇഷ്ടമൊന്നുമല്ല. പിന്നെയും കഴിക്കുക തുമ്പിയാണ്, കിച്ചു അത്രയും കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ കഴിക്കാനായിട്ടിരുന്നു. ചിക്കനും ഉണ്ടായിരുന്നു, ബീഫും ഉണ്ടായിരുന്നു കേട്ടോ. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി കഴിക്കുക, കിടന്നുറങ്ങുക, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.